ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 42-ാം ദിവസം സീനായി ഉടമ്പടി ഉറപ്പിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 17-18 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 78 എന്നിവ വായിക്കുന്നു. ഇസ്രായേൽ ജനതയുമായി കർത്താവ് സ്ഥാപിക്കുന്ന സീനായി ഉടമ്പടി വ്യവസ്ഥകൾ ജനം വായിച്ചു കേട്ട് അവയെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുന്ന വചനഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. ഇസ്രായേല്യർക്ക് ലൈംഗിക ധാർമ്മികത പകർന്നു കൊടുക്കുന്ന വചനഭാഗം ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം ഉടമ്പടി ഉറപ്പിക്കുന്നു. അവിടുന്ന് മോശയോട് അരുൾ ചെയ്തു, നീയും അഹ്റോനും നാദാബ്, അബിഹു എന്നിവരും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേരും കർത്താവിൻ്റെ അടുക്കലേക്ക് കയറുവിൻ. നിങ്ങൾ അകലെ നിന്ന് ആരാധിക്കുവിൻ. മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ, അവർ സമീപിക്കരുത്. ജനം അവനോടൊപ്പം കയറരുത്. മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വചനങ്ങളും ന്യായപ്രമാണങ്ങളും ജനത്തോട് വിവരിച്ചു. ജനമെല്ലാം ഏകസ്വരമായി മറുപടി പറഞ്ഞു, കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. മോശ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും 12 ഇസ്രായേൽ ഗോത്രങ്ങൾക്കായി 12 തൂണുകളും നിർമ്മിച്ചു. അവൻ ഇസ്രായേല്യ യുവാക്കന്മാരെ അയച്ചു. അവർ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. കർത്താവിന് സമാധാന ബലികളായി കാളകളെ അർപ്പിച്ചു. രക്തത്തിൻ്റെ പകുതിയെടുത്ത് മോശ പാത്രങ്ങളിൽ വെച്ചു. രക്തത്തിൻ്റെ പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം അവൻ ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനം കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ വചനങ്ങളെല്ലാം അടിസ്ഥാനമാക്കി കർത്താവ് നിങ്ങളുമായി ചെയ്ത ഉടമ്പടിയുടെ രക്തം. മോശയും നേതാക്കന്മാരും സീനായി മലയിൽ. അനന്തരം മോശയും അഹ്റോനും നാദാബ്, അബിഹു എന്നിവരും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേരും മുകളിലേക്ക് കയറി. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവിടുത്തെ പാദങ്ങൾക്ക് കീഴെ ഇന്ദ്രനീല കൽപ്പാളികൾ കൊണ്ടുള്ള ഒരു നിർമ്മിതി പോലെയും തെളിവാർന്ന ആകാശനീലിമ പോലെയുമായിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ അവിടുന്ന് കൈവച്ചില്ല. അവർ ദൈവത്തെ ദർശിച്ചു. അനന്തരം അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ മലയിലേക്ക് എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് അവിടെ ആയിരിക്കുക. അവരെ പഠിപ്പിക്കുവാൻ ഞാൻ എഴുതിയ കൽപ്പനകൾ, നിയമവും കൽപ്പനയും ഞാൻ നിനക്ക് തരാം. മോശയും അവൻ്റെ ശുശ്രൂഷയായ ജോഷുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി. ശ്രേഷ്ഠന്മാരോട് അവൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ പക്കലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഞങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുവിൻ. ഇതാ അഹ്റോനും ഹൂറും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. പ്രശ്നമുള്ളവൻ അവരെ സമീപിക്കട്ടെ. മോശ മലയിലേക്ക് കയറി. അപ്പോൾ മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് മേഘം അതിനെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘമധ്യത്തിൽ നിന്ന് അവിടുന്ന് മോശയെ വിളിച്ചു. മലമുകളിലെ കർത്താവിൻ്റെ മഹത്വ ദർശനം ഇസ്രായേല്യരുടെ നയനങ്ങൾക്ക് ദഹിപ്പിക്കുന്ന അഗ്നി പോലെയായിരുന്നു. മോശ മേഘത്തിൻ്റെ ഉള്ളിലൂടെ ചെന്ന് മലയിലേക്ക് കയറി. 40 പകലും 40 രാവും മോശ മലയിലായിരുന്നു.
ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം. രക്തത്തിൻ്റെ പവിത്രത. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും എല്ലാ ഇസ്രായേല്യരോടും നീ പ്രഖ്യാപിക്കുക. അവരോട് പറയാനായി കർത്താവ് കൽപ്പിച്ച വചനം ഇതാണ്: ഇസ്രായേൽ ഭവനത്തിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിൽ അറക്കുകയോ പാളയത്തിന് പുറത്ത് അറക്കുകയോ ചെയ്തിട്ട് കർത്താവിൻ്റെ ആലയത്തിന് മുമ്പിൽ കർത്താവിന് കാണിക്കയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരവാതിൽക്കലേക്ക് അതിനെ കൊണ്ടുവരാതിരുന്നാൽ രക്തം ചിന്തിയ ആളോട് രക്തത്തിന് കണക്ക് ചോദിക്കപ്പെടും. അയാൾ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇത് ഇസ്രായേല്യർ തുറസായ ഇടത്ത് ബലി കഴിക്കുന്ന അവരുടെ ബലിമൃഗങ്ങളെ കർത്താവിനായി സമാഗമ കൂടാരവാതിൽക്കലേക്ക് പുരോഹിതൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതിനും അവയെ സമാധാന ബലികളായി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും വേണ്ടിയാണ്. പുരോഹിതൻ രക്തം സമാഗമ കൂടാരവാതിൽക്കൽ കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ തളിക്കണം. മേധസ് കർത്താവിന് സുരഭില പരിമളത്തിനായി ധൂമിക്കണം. അവർ ആരുടെ പിന്നാലെ വ്യഭിചരിച്ചിരുന്നോ ആ അജദുർഭൂതങ്ങൾക്ക് ഇനിയും തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത്. ഇത് അവർക്ക് അവരുടെ തലമുറകളിലേക്ക് ശാശ്വത ചട്ടമായിരിക്കണം. നീ അവരോട് പറയണം: ഇസ്രായേൽ ഭവനത്തിൽ നിന്നും അവരുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയിൽ നിന്നും ഹോമയാഗമോ ബലി സമർപ്പണമോ നടത്തുന്ന ഓരോരുത്തനും അത് കർത്താവിനർപ്പിക്കാൻ സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ അയാൾ സ്വജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇസ്രായേൽ ഭവനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയിൽ നിന്നോ ആരെങ്കിലും ഏതെങ്കിലും രക്തം ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിക്കുന്ന ആ വ്യക്തിക്കെതിരെ ഞാൻ മുഖം തിരിക്കും. ഞാൻ അവനെ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്. അത് ബലിപീഠത്തിന്മേൽ നിങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യാനായി ഞാൻ നൽകിയിരിക്കുന്നു. കാരണം രക്തമാണ് ജീവനെ കൊണ്ട് പരിഹാരമനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേല്യരോട് പറഞ്ഞിട്ടുള്ളത്: നിങ്ങളെല്ലാവരും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയും രക്തം ഭക്ഷിക്കരുത്. ഇസ്രായേൽ ഭവനത്തിൽ നിന്നാകട്ടെ അവരുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയിൽ നിന്നാകട്ടെ ആരെങ്കിലും ഒരാൾ ഭക്ഷ്യയോഗ്യമായ ഒരു വേട്ടമൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിക്കുന്നെങ്കിൽ അതിൻ്റെ രക്തം പൂഴിയിൽ ഊറ്റി മൂടണം. എന്തെന്നാൽ ഓരോ ശരീരിയുടെയും ജീവൻ അതിൽ തന്നെയുള്ള അതിൻ്റെ രക്തമാണ്. അതുകൊണ്ട് ഓരോ ശരീരിയുടെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേല്യരോട് പറഞ്ഞിരിക്കുന്നു. ഏത് ശരീരിയുടെയും ജീവൻ അതിൻ്റെ രക്തമായതുകൊണ്ട് ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇസ്രായേൽ വാസിയിലോ പ്രവാസിയിലോ ആരെങ്കിലും ചത്തതിനെയോ കടിച്ചുകീറപ്പെട്ടതിനെയോ ഭക്ഷിച്ചാൽ അവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രമലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. തുടർന്ന് അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ അലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവൻ്റെ കുറ്റം അവൻ വഹിക്കണം. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം. ലൈംഗിക ധാർമ്മികത. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിക്കുക: ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ നിവസിച്ചിരുന്ന ഈജിപ്ത് നാടിൻ്റെ ചെയ്തിക്കനുസൃതം നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന ഇടമായ കാനാൻ ദേശത്തിൻ്റെ ചെയ്തിക്കനുസൃതവും നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങൾ അവരുടെ ചട്ടങ്ങളിൽ വ്യാപരിക്കുകയുമരുത്. നിങ്ങൾ എൻ്റെ ന്യായപ്രമാണങ്ങൾ കാക്കണം. അവയിൽ വ്യാപരിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പാലിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിങ്ങൾ പാലിക്കണം. അവ കാക്കുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്. നിങ്ങളിൽ ഒരുവനും അടുത്ത ചർച്ചക്കാരാരെയും അവരുടെ നഗ്നത അനാവൃതമാക്കാൻ സമീപിക്കരുത്. ഞാനാണ് കർത്താവ്. നിന്റെ പിതാവിൻ്റെ നഗ്നതയും നിന്റെ മാതാവിൻ്റെ നഗ്നതയും അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ പിതാവിൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിൻ്റെ നഗ്നതയാണ്. നിന്റെ സഹോദരിയുടെ നഗ്നത നിന്റെ പിതാവിൻ്റെ മകളോ മാതാവിൻ്റെ മകളോ ആയ ഭവനജാതരുടെയോ അന്യത്രജാതരുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ മകൻ്റെ മകളുടെയോ നിന്റെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവർ നിന്റെ നഗ്നതയാണ്. നിന്റെ പിതൃഭാര്യയുടെ മകളുടെ നഗ്നത നിന്റെ പിതൃജാത നിന്റെ
സഹോദരി തന്നെയാകിയാൽ അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ പിതൃ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിൻ്റെ തന്നെ മാംസമാണ്. നിന്റെ മാതൃ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ മാതാവിൻ്റെ തന്നെ മാംസമാണ്. നിന്റെ പിതൃ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കരുത്. അതായത് അവൻ്റെ ഭാര്യയെ നീ സമീപിക്കരുത്. അവൾ നിന്റെ അമ്മായിയാണ്. നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പുത്രഭാര്യയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ സഹോദര ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ സഹോദരൻ്റെ നഗ്നതയാണ്. ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത്. അവളുടെ മകൻ്റെ മകളെയോ അവളുടെ മകളുടെ മകളെയോ നഗ്നത അനാവൃതമാക്കാനായി നീ പരിഗ്രഹിക്കരുത്. അവർ രക്തബന്ധമുള്ളവരാണ്. അത് അവിഹിത വേഴ്ചയാണ്. ഒരുവൾ നിന്റെ ഭാര്യയായി ജീവിച്ചിരിക്കെ അവളുടെ സഹോദരിയെ പ്രതിയോഗിയാക്കി അവളുടെ നഗ്നത അനാവൃതമാക്കാനായി നീ പരിഗ്രഹിക്കരുത്. മാസമുറയാൽ മലിനയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത അനാവൃതമാക്കാനായി അവളെ നീ സമീപിക്കരുത്. നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയോടൊപ്പം മലിനനാകാൻ അവളുമായി നിന്റെ കിടക്ക പങ്കിടരുത്. നിന്റെ സന്തതിയിൽ നിന്ന് ആരെയും മോളക്കിനായി കാഴ്ച നൽകരുത്. നിന്റെ ദൈവത്തിൻ്റെ നാമം അവഹേളിക്കരുത്. ഞാനാണ് കർത്താവ്. പുരുഷനോടുകൂടി നീ സ്ത്രൈണശയനം നടത്തരുത്. അത് മ്ലേച്ഛതയാണ്. ഏതെങ്കിലും ഒരു ബലിമൃഗം മലിനനാകാൻ അതുമായി നീ ശയിക്കരുത്. തന്നോടുകൂടി വേഴ്ച നടത്താനായി മൃഗത്തിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ നിന്നുകൊടുക്കരുത്. അത് പ്രകൃതി വിരുദ്ധതയാണ്. ഇവയിലൊന്നുകൊണ്ടും നിങ്ങൾ സ്വയം മലിനനാകരുത്. എന്തെന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ബഹിഷ്കൃതനാകാൻ പോകുന്ന ജനതകൾ ഇവയെല്ലാം മൂലം സ്വയം മലിനരാക്കുന്നു. അങ്ങനെ ആ ദേശം മലിനമായിരിക്കുന്നു. അതിൻ്റെ കുറ്റം ഞാൻ അതിന്മേൽ ആരോപിക്കും. ആ നാട് അതിലെ നിവാസികളെ പുറന്തള്ളും. എന്നാൽ നിങ്ങൾ ദേശവാസിയും നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയും എൻ്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കണം. ഈ മ്ലേച്ഛതകളിൽ ഒന്നുപോലും നിങ്ങൾ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ മുമ്പിലുള്ള നാട്ടുകാരാണ് ഈ മ്ലേച്ഛതകളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നാട് മലിനമാകുന്നു. നിങ്ങൾക്ക് മുമ്പിലുള്ള ജനതയെ പുറന്തള്ളിയതുപോലെ നാടിനെ നിങ്ങൾ മലിനമാക്കുക വഴി അത് നിങ്ങളെ പുറന്തള്ളാതിരിക്കട്ടെ. ഈ മ്ലേച്ഛപ്രവർത്തികളിൽ ഏതെങ്കിലും ചെയ്യുന്നത് ആരായാലും അത് ചെയ്യുന്ന വ്യക്തികൾ സ്വജനത്തിൻ്റെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമെന്നതിനാൽ നിങ്ങൾക്ക് മുമ്പിൽ നടമാടുന്ന ഈ മ്ലേച്ഛ സമ്പ്രദായങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾ എൻ്റെ അനുശാസനം കാക്കണം. അങ്ങനെ അവ വഴി നിങ്ങൾ മലിനരാകാതിരിക്കട്ടെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. 78-ാം സങ്കീർത്തനം. ചരിത്രം നൽകുന്ന പാഠം. ആസാഫിൻ്റെ പ്രബോധന ഗീതം. എൻ്റെ ജനമേ, എൻ്റെ പ്രബോധനം ശ്രവിക്കുക. എൻ്റെ വദനോക്തികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കുവിൻ. ഒരു സുഭാഷിതത്താൽ ഞാൻ എൻ്റെ വായ് തുറക്കാം. പണ്ടു മുതൽക്കേയുള്ള കടങ്കഥകൾ ഞാൻ മൊഴിയാം. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് വിവരിച്ച് നാം കേട്ടിട്ടുള്ളതും നമുക്ക് അറിയാവുന്നതുമായവ അവരുടെ മക്കളിൽ നിന്ന് നാം മറച്ചു വയ്ക്കില്ല. മറിച്ച് കർത്താവിൻ്റെ സ്തുതികളും അവിടുത്തെ ശക്തിപ്രാഭവവും അവിടുന്ന് പ്രവർത്തിച്ച വിസ്മയകൃത്യങ്ങളും പിൻതലമുറയോട് വിവരിക്കുന്നവരാകും നമ്മൾ. യാക്കോബിൽ അവിടുന്ന് സാക്ഷ്യം നിലനിർത്തി. ഇസ്രായേലിൽ അവിടുന്ന് നിയമം സ്ഥാപിച്ചു. അവിടുന്ന് നമ്മുടെ പിതാക്കന്മാരെ അനുശാസിച്ചവ അവരുടെ മക്കളെ അറിയിക്കാനുള്ളതാണ്. പിൻതലമുറയായി ജാതരാകുന്ന മക്കൾ അറിയേണ്ടതിന് അവർ ഒരുങ്ങി തങ്ങളുടെ മക്കളോട് വിവരിക്കണം. അങ്ങനെ അവർ തങ്ങളുടെ ശരണം ദൈവത്തിൽ അർപ്പിക്കുകയും തമ്പുരാൻ്റെ കർമ്മങ്ങൾ വിസ്മരിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യട്ടെ. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യവും മത്സര്യവുമുള്ള ഒരു തലമുറ ആകാതിരിക്കട്ടെ. സ്വമനസ്സ് സ്ഥിരപ്പെടുത്താത്തതും സ്വചൈതന്യം തമ്പുരാനെ വിശ്വസിക്കാത്തതുമായ ഒരു തലമുറ തന്നെ. വില്ലാളികളായി ആയുധമണിഞ്ഞ എഫ്രായിമ്യർ യുദ്ധദിവസം കാലുമാറി. അവർ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിച്ചില്ല. അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല. അവിടുത്തെ പ്രവർത്തികൾ അവർ വിസ്മരിച്ചു. അവിടുന്ന് അവരെ കാണിച്ച അവിടുത്തെ വിസ്മയകൃത്യങ്ങളും. അവരുടെ പിതാക്കന്മാരുടെ മുമ്പിൽ ഈജിപ്ത് നാട്ടിലെ സോവാൻ വയലിലാണ് അവിടുന്ന് വിസ്മയകൃത്യം പ്രവർത്തിച്ചത്. കടൽ വിഭജിച്ച് അവിടുന്ന് അവരെ കടത്തിവിട്ടു. അവിടുന്ന് ജലം കൂന പോലെ ഉറപ്പിച്ചു നിർത്തി. അവിടുന്ന് അവരെ പകൽ സമയം മേഘത്താലും രാത്രി മുഴുവൻ അഗ്നിപ്രഭയാലും നയിച്ചു.
അവിടുന്ന് മരുഭൂമിയിൽ പാറകൾ പിളർന്നു. അവരെ ആഴങ്ങൾ പോലെ വേണ്ടുവോളം കുടിപ്പിച്ചു. ശിലയിൽ നിന്ന് നീരൊഴുക്കുകൾ പുറപ്പെടുവിച്ചു. നദികൾ പോലെ ജലമൊഴുകി. എന്നിട്ടും അവർ അവിടുത്തേക്കെതിരായി വീണ്ടും പാപം ചെയ്യാൻ, അത്യുന്നതനെതിരെ മരുഭൂമിയിൽ വെച്ച് മത്സരിക്കാൻ തുനിഞ്ഞു. തമ്പുരാനെ മനഃപൂർവ്വം പരീക്ഷിച്ച് ഉദ്ദിഷ്ട ഭോജനം ചോദിക്കാനും ദൈവത്തിനെതിരെ സംസാരിച്ച് അവർ ചോദിച്ചു, മരുഭൂമിയിൽ മേശയൊരുക്കാൻ തമ്പുരാനാകുമോ? ഇതാ, അവൻ പാറയെ അടിച്ചു, ജലം നിർഗളിച്ചു, അരുവികൾ കവിഞ്ഞൊഴുകുകയും ചെയ്തു. എന്നാൽ തൻ്റെ ജനത്തിന് അപ്പം കൊടുക്കാനും ഇറച്ചി വിളമ്പാനും കൂടി അവിടുത്തേക്കാകുമോ? അത് കേട്ടതിനാൽ കർത്താവ് ക്രുദ്ധനായി. യാക്കോബിനെതിരെ അഗ്നി ജ്വലിച്ചു, ഇസ്രായേലിനെതിരെ കോപവും ഉയർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല, അവിടുത്തെ രക്ഷയിൽ ആശ്രയിച്ചുമില്ല. എന്നിട്ടും അവിടുന്ന് മുകളിൽ നിന്ന് വാനിടത്തെ അനുശാസിച്ചു, ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നു. അവർ ഭക്ഷിക്കാൻ അവിടുന്ന് അവർക്കായി മന്ന ഭക്ഷിച്ചു. സ്വർഗീയ ധാന്യം അവിടുന്ന് അവർക്ക് നൽകി. മാനവൻ അതിമാനുഷ്യരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് അവർക്ക് മതിയാവോളം പാഥേയമയച്ചു. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു. തൻ്റെ ശക്തിയാൽ തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ ഭോജനവും കടൽമണൽ പോലെ ചിറകുള്ള പക്ഷിയെയും വർഷിച്ച് തൻ്റെ പാളയമധ്യേ തൻ്റെ നിവാസികൾക്ക് ചുറ്റുമായി പതിക്കാനിടയാക്കി. അവർ ഭക്ഷിച്ച് അതിമാത്രം തൃപ്തരായി. അവരുടെ ആഗ്രഹം അവിടുന്ന് അവർക്ക് നിറവേറ്റി കൊടുത്തു. തങ്ങളുടെ കൊതിയിൽ നിന്ന് അവർക്ക് ശമനമാകാതെ തങ്ങളുടെ ഭക്ഷണം അവരുടെ വായിലിരിക്കെ തന്നെ ദൈവകോപം അവർക്കെതിരെ ഉയർന്നു. അവിടുന്ന് അവർക്കിടയിലെ അതികായന്മാരെ വധിച്ചു, ഇസ്രായേലിലെ പ്രഗത്ഭരെ നിലംപരിശാക്കി. ഇതെല്ലാമായിട്ടും അവർ വീണ്ടും പാപം ചെയ്തു. അവിടുത്തെ വിസ്മയകൃത്യങ്ങളിൽ വിശ്വാസമർപ്പിച്ചില്ല. അവിടുന്ന് അവരുടെ നാളുകൾ ഒരു ശ്വാസത്തിലും അവരുടെ സംവത്സരങ്ങൾ പരിഭ്രമത്തിലും അവസാനിപ്പിച്ചു. അവിടുന്ന് അവരെ വധിക്കുമ്പോഴൊക്കെ അവർ അവിടുത്തെ തേടുമായിരുന്നു. മാനസാന്തരപ്പെട്ട് തമ്പുരാനെ കാക്ഷിക്കുമായിരുന്നു. ദൈവം തങ്ങളുടെ പാറയാണെന്നും അത്യുന്നതനായ തമ്പുരാൻ തങ്ങളെ വീണ്ടെടുക്കുന്നവനാണെന്നും അവർ അനുസ്മരിച്ചെങ്കിലും തങ്ങളുടെ വായ് കൊണ്ട് അവർ അവിടുത്തെ കബളിപ്പിക്കുകയായിരുന്നു. തങ്ങളുടെ നാവുകൊണ്ട് അവിടുത്തോട് നുണ പറയുകയായിരുന്നു. അവരുടെ ഹൃദയം അവിടുത്തെ നേർക്ക് സ്ഥിരതയുള്ളതായിരുന്നില്ല. അവിടുത്തെ ഉടമ്പടിയിൽ അവർ വിശ്വസ്തരായിരുന്നില്ല. എങ്കിലും ദയാർദ്രനായ അവിടുന്ന് അവരെ നശിപ്പിക്കാതെ അകൃത്യം പൊറുത്തു. പലപ്പോഴും തൻ്റെ കോപമടക്കി തൻ്റെ ക്രോധമാകെ ഉജ്ജ്വലിപ്പിച്ചില്ല. അവർ ജഡമാണെന്നും മടങ്ങിവരാതെ പൊയ്പോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു. എത്രമാത്രം അവർ മരുഭൂമിയിൽ വെച്ച് അവിടുത്തെ എതിർത്തു, വിജനതയിൽ വെച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു. അവർ തമ്പുരാനെ ആവർത്തിച്ച് പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അവർ അവിടുത്തെ സഹായഹസ്തമോ വൈരികളിൽ നിന്ന് തങ്ങളെ പരിത്രാണം ചെയ്ത ദിവസമോ ഓർത്തില്ല. ഈജിപ്തിൽ തൻ്റെ അടയാളങ്ങളും സോവൻ വയലിൽ തൻ്റെ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചപ്പോൾ കുടിക്കാനാവാത്ത വിധം അവരുടെ നദികളും അരുവികളും അവിടുന്ന് രക്തമായി മാറ്റി. അവരുടെ ഇടയിലേക്ക് അവിടുന്ന് അയച്ച ഈച്ചക്കൂട്ടം അവരെ ആഹരിച്ചു, തവളക്കൂട്ടം അവരെ നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ വിളവ് കമ്പിളിപ്പുഴുവിനും അധ്വാനഫലം വെട്ടുക്കിളിക്കും കൊടുത്തു. അവിടുന്ന് അവരുടെ മുന്തിരി കന്മഴ കൊണ്ടും സിക്കമൂർ മരങ്ങൾ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ ആടുമാടിനെ കന്മഴയ്ക്കും അവരുടെ കന്നുകാലികളെ ഇടിത്തീക്കും വിട്ടുകൊടുത്തു. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തൻ്റെ ഉഗ്രകോപം, അമർഷം, രോഷം, ദുരിതം എന്നിവ ദുർദൂതന്മാരുടെ ഒരു സംഘമായി അയച്ചു. അവിടുന്ന് തൻ്റെ കോപത്തിനായി ഒരു പാതയൊരുക്കി. അവിടുന്ന് അവരുടെ ആത്മാവിനെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല. അവരുടെ ജീവൻ മഹാമാരിക്ക് വിട്ടുകൊടുത്തു. ഈജിപ്തിലെ ഓരോ കടിഞ്ഞൂലിനെയും അവിടുന്ന് സംഹരിച്ചു. ഹാമിൻ്റെ കൂടാരങ്ങളിലെ പൗരുഷത്വത്തിൻ്റെ പ്രഥമ ഫലത്തെ തന്നെ. എന്നാൽ അവിടുന്ന് തൻ്റെ ജനത്തെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ പാളയം നീക്കി ആടിനെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. അവർ പേടിക്കാത്ത വിധം അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചു. എന്നാൽ അവരുടെ ശത്രുക്കളെ കടൽ മൂടി. തൻ്റെ വലത്തുകൈ നേടിയെടുത്ത ഈ മലയായ തൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ അതിർത്തിയിലേക്ക് അവിടുന്ന് അവരെ കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് ജനതകളെ തുരത്തി. അളവ് ചരടുകൊണ്ട് ഒരവകാശം അവർക്ക് വീതിച്ചു കൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എന്നിട്ടും അത്യുന്നതനായ ദൈവത്തെ അവർ പരീക്ഷിക്കുകയും എതിർക്കുകയും ചെയ്തു.
അവിടുത്തെ സാക്ഷ്യങ്ങൾ പാലിച്ചുമില്ല. അവർ അകന്നുമാറി തങ്ങളുടെ പിതാക്കന്മാരെ പോലെ വഞ്ചകരായി അയഞ്ഞ വില്ലുപോലെ വഴുതി മാറി. അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂയാലുവാക്കി. ദൈവം അത് കേട്ട് ക്രുദ്ധനായി ഇസ്രായേലിനെ തീർത്തും പരിത്യജിച്ചു. ആകയാൽ അവിടുന്ന് ഷീലോനിവാസം മനുഷ്യവംശത്തിനിടയിൽ താൻ നിവസിച്ച കൂടാരം ഉപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ പ്രതാപശക്തി അടിമത്തത്തിനും മഹിമ വൈരിയുടെ കയ്യിലും കൊടുത്തു. അവിടുന്ന് തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. തൻ്റെ അവകാശത്തിനെതിരെ ക്രുദ്ധനായി അവരുടെ യുവാക്കളെ അഗ്നി വിഴുങ്ങി. അവരുടെ കന്യകമാർ അനുമോദിതരായില്ല. അവരുടെ പുരോഹിതന്മാർ വാളേറ്റു വീണു. വിധവകൾക്ക് വിലാപമാചരിക്കാനായില്ല. ഉറങ്ങുകയായിരുന്നവനെപ്പോലെ, വീഞ്ഞുകൊണ്ട് ഉന്മത്തനായ മല്ലനെപ്പോലെ നാഥൻ ഉണർന്നു. അവിടുന്ന് തൻ്റെ വൈരികളെ മുതുകത്ത് പ്രഹരിച്ചു. അവർക്ക് എന്നേക്കും അപമാനം നൽകി. അവിടുന്ന് ജോസഫിൻ്റെ കൂടാരം നിരാകരിച്ചു. എഫ്രായിമിൻ്റെ ഗോത്രത്തെ താൽപ്പര്യപ്പെട്ടുമില്ല. എന്നാൽ അവിടുന്ന് തിരഞ്ഞെടുത്തത് യൂദാ ഗോത്രത്തെയാണ്. താൻ സ്നേഹിച്ച സിയോൻ മലയെയാണ്. സമുന്നതങ്ങളെപ്പോലെ എന്നേക്കുമായി താൻ അടിസ്ഥാനമിട്ട ഭൂമിയെപ്പോലെ അവിടുന്ന് തൻ്റെ ശ്രീകോവിൽ നിർമ്മിച്ചു. അവിടുന്ന് തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ സ്വീകരിച്ചു. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകൾക്ക് പിന്നിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവൻ ഹൃദയനിഷ്കളങ്കതയ്ക്കൊത്തവിധം അവരെ മേയിച്ചു. കരവിരുതോടെ അവരെ നയിച്ചു.